dear students, ഒരിക്കൽ കൂടി ഏവർക്കും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ഈ 16ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ചില കുറെ കൂടി ഫോർമുലകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സം ആൻഡ് ഡിഫറൻസിന്റെ ഫോർമുല പഠിച്ചിരുന്നു. sin x plus y sin x minus y, cos x plus y cos x minus y, tan x plus y tan x minus y എന്നിങ്ങനെ ഫോർമുല പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിളിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ആംഗിൾ, അതായത് മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേരിനകത്ത് തന്നെ ഉണ്ട്. ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. മൾട്ടിപ്പിൾ ആംഗിൾ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ഫോർ മൾട്ടിപ്പിൾ ആംഗിൾസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്താണ് സൈൻ എക്സ് പ്ലസ് വൈ? That is sin x cos y plus cos x sin y, അല്ലേ? cos x sin y. യെസ്, സപ്പോസ് ഞാൻ ഈ വൈക്ക് പകരം പുട്ട് വൈക്ക് പകരം എക്സ് തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് വരും? അപ്പൊ എനിക്ക് സൈൻ എക്സ് പ്ലസ് എക്സ് എന്ന് വരും, അല്ലേ? അപ്പൊ ഇവിടെ എല്ലാം എക്സ്, വൈ ഉള്ളിടത്തെല്ലാം എക്സ് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് കിട്ടുന്നത് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ് എന്ന് വരും. റൈറ്റ്? ദാറ്റ് ഈസ് സൈൻ 2x എന്ന് വരും, അല്ലെ? ഇതിന് എക്സ് പ്ലസ് എക്സ് ഈസ് 2x എന്ന് എഴുതാം. ഇത് സൈൻ എക്സ് കോസ് എക്സ്, ഇതും സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പൊ എനിക്ക് ഇതിനെ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇത് കണ്ടോ, ഈ സൈൻ 2x ഇത് മൾട്ടിപ്പിൾ ആണ് ആംഗിൾ 2x. ഇതുപോലെ 3x എഴുതാം, 4x എഴുതാം, അങ്ങനെ നമുക്ക് എഴുതി പോകാം. പക്ഷെ അതിന്റെ ഒന്നും ഫോർമുല നമുക്ക് പഠിക്കാനല്ല. 3x-ന്റെ കൂടെ പഠിക്കാനുണ്ട്. പക്ഷെ സൈൻ 2x-ന്റെ ഫോർമുല കൂടെ നമുക്ക് പഠിക്കാൻ, 2x-ന്റെ ഫോർമുല നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സൈൻ 2x എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല പഠിച്ചോണ്ട് നമുക്ക് ഈ ഫോർമുല മാത്രം മതി. എങ്ങനെ കിട്ടിയെന്നൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. ഈ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സൈൻ 2x is equal to 2 sin x cos x. അപ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഒന്നാമത്തെ ഫോർമുല ആയിട്ട് എഴുതുക. sin 2x is equal to 2 sin x cos x. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫോർമുലയും കൂടെ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ sin 2x നമുക്ക് ഈ ഫോർമുല ഉണ്ട്, അല്ലെ? sin 2x is equal to 2 sin x cos x. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡഡ് ബൈ ഇതിനെ 1 എന്ന് വേണം എഴുതാം. സെയിം അല്ലേ? ഇനി നമുക്ക് വേറൊരു വേണം എഴുതാം 2 sin x cos x. ഈ 1-ന് പകരം വേണമെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു കോസ് സ്ക്വയർ എക്സ്, എല്ലാ ടൈമിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വിചാരിക്കാം. കോസ് സ്ക്വയർ എക്സ് കൊണ്ട്. അപ്പോൾ എന്താ കിട്ടും നോക്കാം. 2 sin x cos x ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്, അല്ലേ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരരുത്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പൊ ആക്ച്വലി പറഞ്ഞാൽ ഈ കോസ് സ്ക്വയർ എക്സും വെട്ടിപ്പോ നമുക്ക് ഇത് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ വെട്ടുന്നില്ല. ഇവിടെ നമുക്ക് ഒരു കോസ് വെട്ടിക്കളയാം. അപ്പൊ എനിക്ക് 2 sin x ബൈ കോസ് എക്സ് എന്ന് വരും, അല്ലെ? അതിന് നമുക്ക് സൈൻ ബൈ കോസ് എന്നുള്ള അർത്ഥത്തിൽ 2 tan x എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ. ഇതിനെ ഞാൻ ഓരോന്നിനെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ എനിക്ക് സൈൻ സ്ക്വയർ എക്സ് ബൈ, ഞാനൊന്ന് തിരിച്ചെഴുതാം, കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ പ്ലസ്, തിരിച്ചെഴുതുന്നേ ഉള്ളൂ, രണ്ട് സെയിം അല്ലേ? സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 2 tan x ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് 1 വരും. ഇത് സൈൻ ബൈ കോസ് ആയതുകൊണ്ട് ടാൻ വരും, ടാൻ സ്ക്വയർ വരും. ഓക്കെ, അപ്പോ ഇത് ടാനിൽ മാത്രമുള്ള ഒരു ഫോർമുലയാണ്. 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അത് സൈൻ 2x-ന്റെ അടുത്തൊരു ഫോർമുലയാണ്. അപ്പൊ ഇതും ഈ കിട്ടിയത് എങ്ങനെയാണെന്നൊന്നും പറയാൻ നിങ്ങൾ പഠിക്കണമെന്നില്ല. പക്ഷെ ഇത് ഞാൻ കിട്ടിയത് എങ്ങനെയാണെന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പോൾ നമുക്ക് ഇവിടെ സൈൻ 2x നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട രണ്ട് ഫോർമുലകളാണ്. ഒന്ന് സൈൻ 2x-ന്റെ ആദ്യം പറഞ്ഞ ഫോർമുല, സൈൻ 2x is equal to 2 sin x cos x എന്ന് പറയുന്ന ഒന്നാമത്തെ ഫോർമുല. ഓക്കെ, രണ്ടാമത് നമ്മൾ പഠിച്ചത് ടാനിൽ മാത്രമുള്ള ഒരു ഫോർമുലയാണ് 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇതാണ് ഈ സൈൻ 2x-നുള്ള, അതായത് സൈൻ്റെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയാണ് 2x-ന്റെ.
ഇതുപോലെ തന്നെ നമുക്ക് കോസ് ടു എക്സിനും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിന്റെ പ്രൂഫ് ഒന്നും പറയുന്നില്ല, ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സൈൻ 2x കിട്ടാൻ വേണ്ടി നമ്മൾ സൈൻ എക്സ് പ്ലസ് വൈക്കകത്ത് വൈക്ക് പകരം എക്സ് കൊടുത്തു. അതുപോലെ കോസ് 2x കിട്ടാൻ വേണ്ടി കോസ് എക്സ് പ്ലസ് വൈക്കകത്ത് വൈക്ക് പകരം എക്സ് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കോസ് 2x is equal to formula is cos square x minus sin square x. നമ്മൾ ആ ഫോർമുലയ്ക്ക് അത് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നാണ്. അപ്പോൾ എക്സ് ഉള്ളിടത്ത് അല്ല വൈ ഉള്ളിടത്തെല്ലാം എക്സ് കൊടുക്കുമ്പോൾ കോസ് എക്സ് കോസ് വൈക്ക് പകരം കോസ് എക്സ് കോസ് എക്സ് നാവും കോസ് സ്ക്വയർ എക്സ്. സൈൻ എക്സ് സൈൻ വൈക്ക് പകരം സൈൻ എക്സ് സൈൻ എക്സ് നാവും സൈൻ സ്ക്വയർ എക്സ് നാവും. ഇങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല കിട്ടുന്നത്. നമ്മൾ ഈ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് കോസിലേക്ക് മാറ്റാം. കോസിലേക്ക് മാറ്റണമെങ്കിൽ ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും, 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഇത് കോസിൽ മാത്രമുള്ള കോസ് ടു എക്സിന്റെ ഫോർമുലയാണ്. അതുപോലെ തന്നെ അടുത്ത ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സൈനിൽ മാത്രമാക്കാം. അതിന് ഈ കോസ് സ്ക്വയറിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുത്താൽ മതി. സോ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ കോസ് 2xന് ഇപ്പോൾ 3 ഫോർമുല ആയി. ഒന്ന് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. Then second one is 2 cos square x minus 1, that is completely in terms of a cos, and the third one is completely in terms of sin, that is 1 minus 2 sin square x. ഇനി ഇതുപോലെ തന്നെ ടാനിലുള്ളൊരു ഫോർമുലയും കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ സൈൻ 2xനെ ടാനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സൈൻ 2xനെ നമ്മൾ കോസ് സ്ക്വയർ എക്സ് സൈൻ 2x ബൈ 1 എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ ഇവിടെയും അങ്ങനെ എഴുതാം. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 1 എന്ന് എഴുതാം. എന്നിട്ട് ആ ബൈ 1ന് പകരം ഈ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഫോർമുല കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ സൈൻ ചെയ്ത പോലെ തന്നെയാണ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നുള്ള ഒരു ഫോർമുലയും കൂടെ കിട്ടും. അങ്ങനെ കോസ് 2xന് 1 2 3 4 4 ഫോർമുലയാണുള്ളത്. Cos 2x is equal to cos square x minus sin square x, 2 cos square x minus 1, 1 minus 2 sin square x, 1 minus tan square x by 1 plus tan square x. ഇങ്ങനെ 4 ഫോർമുല. ഓക്കെ, ദെൻ മൂന്നാമത്തത് tan 2x ആണ്. അപ്പോൾ sin 2x ആയി, cos 2x ആയി, ദെൻ tan 2x. tan 2xന് നമുക്ക് ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് tan x പ്ലസ് വൈക്കകത്ത് വൈക്ക് പകരം എക്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. ഇങ്ങനെ ഒരു ഫോർമുലയേ ഉള്ളൂ tan 2xന്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ നമുക്ക് 3 സെറ്റിനകത്ത് നിന്ന് നമുക്ക് സൈനിന് 2 എണ്ണം ഉണ്ട്, കോസിന് 4 എണ്ണം ഉണ്ട്, ടാനിന് 1 എണ്ണേ ഉള്ളൂ. അപ്പൊ മക്കളെ ഈ ഫോർമുല വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫിസിക്സിനകത്തും നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കെമിസ്ട്രിക്കകത്തും ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉള്ള, മാത്തമാറ്റിക്സിനകത്ത് ഫുൾ ആപ്ലിക്കേഷൻ ഉണ്ട്. എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ ഫോർമുലയ്ക്കൊക്കെ ഭയങ്കര ആപ്ലിക്കേഷൻ ആണ്. ഏത് ഹയർ സ്റ്റഡീസിന് പോയാലും. ഇനി അടുത്ത വർഷം നിങ്ങൾ കാൽക്കുലസ് പഠിക്കുമ്പോൾ ഈ ഫോർമുല ട്രിഗ്നോമെട്രിയുടെ ഫോർമുലകൾ മുഴുവൻ അവിടെ ആവശ്യം വരും. അപ്പൊ അത്തരത്തിൽ ഈ ഫോർമുലകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുലകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പാകത്തിന് നിങ്ങൾ എഴുതി പഠിച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 6 സെറ്റ് പഠിച്ചു. ഇനി അതോടൊപ്പം തന്നെ ഈ കോസ് 2xന്റെ ഫോർമുലയ്ക്കകത്ത് നിന്ന് ഒരു ചെറിയ 2 ഫോർമുല ഒന്ന് ഡിഡക്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് അടുത്ത വർഷമൊക്കെ ഒത്തിരി ആവശ്യമുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ കോസ് 2x is equal to 2 cos square x minus 1 എന്നൊരു ഫോർമുല ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അത് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ കോസ് 2xന് 2 ഫോർമുല നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് 2 cos square x minus 1 കോസിൽ മാത്രമുള്ളത്. ഇത് 1 minus 2 sin square x സൈനിൽ മാത്രമുള്ളത്. ഈ ഫോർമുലയ്ക്കകത്ത് നിന്ന് ഞാൻ ഇതിനകത്ത് കോസ് സ്ക്വയർ എക്സ് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് കിട്ടും? ഈ 2 cos square x നിർത്തുക. അപ്പൊ നമുക്ക് 2 cos square x എന്ന് പറഞ്ഞാൽ 1 ഈ -1 ഇപ്പറേ വരും, +1 ആവും. 1 plus cos 2x അല്ലെ, 2 cos square x. അപ്പോൾ ഒരു ബൈ 2 എടുക്കുവാണെങ്കിൽ cos square x എന്ന് കിട്ടും. ഇത് വളരെ ആവശ്യമുള്ളൊരു ഫോർമുലയാണ്. അതായത് ഈ സ്ക്വയറിന്റെ ഫോർമുലയെ നമ്മൾ ലീനിയർ ആക്കി എഴുതുകയാണ്.
2x ഉണ്ടോ, ഇവിടെ സ്ക്വയർ ഒന്നുമില്ല, ഇവിടെ ഡയറക്റ്റ് ടേം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്നൊരു ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദറ്റ് ഈസ് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ ഈ രണ്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അടുത്ത വർഷമൊക്കെ ആവശ്യം വരുന്നതാണ്. കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1 പ്ലസ് കോസ് 2x ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ്. രണ്ടും സെയിം ആണല്ലോ, ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടും 1 മൈനസ് കോസ് 2x ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ഈ ഫോർമുല ഇത് രണ്ടും, ഈ ഫോർമുലകൾ ഒന്ന് ഇത് രണ്ടും അതിനകത്ത് നമ്മൾ സ്പെഷ്യലി ഡിഡക്ട് ചെയ്ത് വെക്കുന്ന ഫോർമുലയാണ്, പക്ഷെ നമുക്ക് ഒത്തിരി ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ രണ്ട് ഫോർമുലകൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ എഴുതി നിങ്ങൾ പഠിച്ചോളാം. അപ്പൊ നമ്മൾ സൈൻ 2x-ന് 2 ഫോർമുല, കോസ് 2x-ന് 4 ഫോർമുല, ടാൻ 2x-ന് 1 ഫോർമുല, അങ്ങനെ 6 1 7 ഫോർമുല പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഈ 2 ഫോർമുലയും കൂടെ നിങ്ങൾ പഠിച്ചോണം. 7 2 9 ഫോർമുലയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല. ഇനി ഇത്തരത്തിൽ തന്നെ നമ്മൾ സൈൻ 2x എഴുതിയതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൈൻ 3x എഴുതാം. സൈൻ 3x-ന്റെ ഫോർമുലയെ നമുക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ 3x-നെ നമുക്ക് വേണമെങ്കിൽ സൈൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയാവും. അതാണ് ഒരു മെത്തേഡ്. സൈൻ 3x ഈസ് ഈക്വൽ ടു സൈൻ 2x പ്ലസ് എക്സ്. അപ്പോൾ 2x പ്ലസ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ആയി. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, അങ്ങനെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. അതിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് വലിയ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് അതിനെ പറയാത്തത്. വേണ്ടവർക്ക് വേണമെങ്കിൽ ഇതിനെ ഒരെണ്ണം ഞാൻ കാണിച്ചേക്കാം. സൈൻ ഇതിനെ 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സൈൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമുല ആയി. അപ്പോൾ സൈൻ 2x സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ്, എക്സിന്റെ സ്ഥാനത്ത് 2x ആണ്, സൈൻ വൈ. ഇനി ഇത് കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ സൈനിലേക്ക് മാറ്റാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. സൈൻ 2x നമുക്ക് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കൊടുക്കാം, ഇൻറ്റു ഒരു കോസ് എക്സ് ഉണ്ട്. കോസ് 2x-നെ നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം, ഇൻറ്റു സൈൻ എക്സ്. അപ്പൊ ഇവിടെ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ ക്യൂബ് എക്സ് എന്ന് വരും, അല്ലേ? അല്ല, 2 സൈൻ ക്യൂബ് എക്സ്. സൈൻ എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് സൈൻ എക്സ്. സൈൻ എക്സ് ഇൻറ്റു 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 2 സൈൻ ക്യൂബ് എക്സ് എന്ന് വരും. ഓക്കെ, ഇതിന് ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം, പ്ലസ് സൈൻ എക്സ് minus 2 sin cube x, right? Okay, so it is 2 sin x minus 2 sin cube x plus sin x minus 2 sin cube x. Okay, so that is ഇപ്പോൾ നമുക്ക് ഇവിടെ 2 sin x ഉണ്ട്, ഇവിടെ ഒരു sin x ഉണ്ട്. അപ്പോൾ നമുക്ക് 3 sin x എന്ന് എഴുതാം, മൈനസ് ഇവിടെ 2 സൈൻ ക്യൂബ് എക്സ് ഉണ്ട്, ഇവിടെയും 2 സൈൻ ക്യൂബ് എക്സ് ഉണ്ട്. അപ്പോൾ 4 സൈൻ ക്യൂബ് എക്സ് എന്ന് വരും. ഇതാണ് അതിന്റെ ഫോർമുല. സൈൻ 3x ഇസ് ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. അപ്പൊ ഇതിന്റെ ഇത് ഞാൻ കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഫോർമുലയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സൈൻ 3x ഇസ് ഈക്വൽ ടു ഫോർമുല സൈനിൽ മാത്രമേ ഉള്ളൂ, സൈനിന്റെ ടേംസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, അതാണ് അതിന്റെ ഫോർമുല. ഇതാണ് ഫോർമുല. അപ്പോൾ നമ്മൾ സൈൻ 3x, അപ്പോൾ സൈൻ 2x പഠിച്ചു. സൈൻ 2x-ന് നമ്മൾ പറഞ്ഞല്ലോ 2 ഫോർമുലയുണ്ട്. സൈനിലുള്ളതുണ്ട്, സൈനിലും കോസിനുള്ളതുണ്ട് 2 സൈൻ എക്സ് കോസ് എക്സ്. പിന്നെ ടാനിലുള്ളതുണ്ട് 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. പിന്നെ കോസ് 2x-ന്റെ ഫോർമുല, കോസ് 2x-ന് 4 ഫോർമുലയുണ്ട്. പിന്നെ ടാൻ 2x. ഇനി അടുത്ത മൾട്ടിപ്പിൾ വരുന്നതാണ് മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറയുമ്പോൾ 2x 3x അല്ലെ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല പറയുന്നത് പറഞ്ഞാൽ 2 × 1, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അതുപോലെ. അപ്പം സൈൻ 3x-ന്റെ ഫോർമുലയാണ്. ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് കോസ് 3x-നും ഫോർമുലയുണ്ട്. കോസ് 3x-ന്റെ ഫോർമുല അത് തിരിഞ്ഞു വരുമെന്ന് മാത്രമേ ഉള്ളൂ. 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇതിന്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് മാത്രം. അപ്പോൾ സൈൻ 3x-ന്റെ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, അത് ഏതാണ്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന പോലെ ഓർത്താൽ മതി. കോസ് 3x-ന്റെ 4 കോസ് ക്യൂബ് എക്സ് മൈനസ്
3 cos x. ഇനി ഇതുപോലെ തന്നെ നമുക്ക് tan 3x കണ്ടുപിടിക്കാം. tan 3x എന്ന് പറഞ്ഞാൽ sin 3x by cos 3x എഴുതി കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ ഫോർമുല നമുക്കൊന്ന് പഠിക്കണം. tan 3x ഫോർമുല is 3 tan x minus tan cube x divided by 1 minus 3 tan square x. This is the formula. Okay. ഇത് ഒന്നുകിൽ നമുക്ക് ഇത് sin 3x by cos 3x എഴുതി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ tan x plus y ഫോർമുലയ്ക്കകത്ത് y പകരം 2x കൊടുത്തിട്ട് അപ്പം x plus 2x എന്ന് വന്നിട്ട് ആ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. രണ്ടായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് എഴുതിയ ഇത്തിരി നമ്മൾ ബുദ്ധിമുട്ട് വരും. മറ്റേ ഫോർമുല ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പെട്ടെന്ന് കിട്ടും. എനിവേ അതിന്റെ പ്രൂഫ് ഒന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ നോക്കണമെന്നില്ല. കിട്ടുക എങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫോർമുലകൾ നിങ്ങൾ പഠിക്കും. ഇതാണ് രണ്ടാമത്തെ സെറ്റ് ഫോർമുല. ഒന്നാമത്തെ സെറ്റ് 2x ഫോർമുല, ഇത് 3x ഫോർമുല. അപ്പോൾ ഈ രണ്ട് സെറ്റ് ഫോർമുലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാം ഇത് കൂട്ട് ഫോർമുലകൾ മാത്രമാണ്. ഇത് നിങ്ങൾ ഒരു ചെറിയ നോട്ട്ബുക്കിൽ വല്ലതും ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ചെറിയ ബുക്ക്, ഒരു ഫോർമുലയ്ക്ക് വേണ്ടി തന്നെ ഒരു ചെറിയ ബുക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ആ ബുക്കിൽ ഈ ഫോർമുലകളെല്ലാം എഴുതുക. കാരണം ഇത് നമുക്ക് ഈ വർഷവും ആവശ്യമുണ്ട്, അടുത്ത വർഷവും ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എവിടെ പോയാലും ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക. ഇത് ബുക്ക് കൈവശം വെച്ചാൽ മാത്രം പോരാ, ഇത് വീണ്ടും വീണ്ടും ഇത് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാലേ ഉള്ളൂ നമുക്കിത് നമ്മുടെ മനസ്സിൽ ഈ സാധനം കയറത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു സെറ്റ് ഫോർമുല അങ്ങനെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല എന്ന് പറയും. ഇപ്പൊ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എക്സ് ആയി, അത് 2x ആയി, 3x ആയി, അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ 4x 5x ഒക്കെ ഇതുപോലെ കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ ഫോർമുല ഒന്നും നമ്മുടെ ഈ സിലബസിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ 2x 3x ഫോർമുലയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സബ് മൾട്ടിപ്പിളാണ്. എന്ന് വെച്ചാൽ അതിനെ വീണ്ടും അതിന്റെ പകുതിയായി മാറുന്നത് സബ് മൾട്ടിപ്പിൾ. എക്സിന്റെ സ്ഥാനത്ത് x/2 വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം sin 2x ഫോർമുല നമുക്കറിയാം. എന്താണ്? 2 sin x cos x എന്നാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ എക്സ് ഉള്ളിടത്തെല്ലാം ഞാൻ x/2 കൊണ്ട് റീപ്ലേസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് sin 2 ഇൻറ്റു എക്സ് ഉള്ളിടത്തെല്ലാം x/2. അപ്പൊ ഇവിടെയും വരും 2 sin ഇൻറ്റു എക്സ് ഉള്ളിടത്ത് x/2. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആംഗിളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. cos x/2. ഈ 2 ഇവിടുന്ന് കട്ടായി പോകും. അപ്പോൾ നമുക്ക് ഫോർമുല വരുന്ന ഇതാണ്. sin x is equal to 2 sin x/2 cos x/2. ഇതാണ് അതിന്റെ ഫോർമുല സബ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ നമ്മൾ ഈ സബ് മൾട്ടിപ്പിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ് ഉള്ളിടത്തെല്ലാം x/2 കൊടുത്താൽ മതി. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സപ്പോസ് നമുക്ക് sin 60 വാല്യൂ കണ്ടുപിടിക്കണം. sin 60. പക്ഷേ സപ്പോസ് നിങ്ങൾ sin 60 വാല്യൂ കണ്ടുപിടിക്കുന്നത് sin 60 വാല്യൂ മറന്നുപോയി. sin 30 cos 30 ഓർക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാം. sin 60 ഫോർമുല ഉപയോഗിക്കണേ 2 sin x/2 60/2 എന്ന് വെച്ചാൽ 30 cos 30. sin 60 എത്രയാ? sin 60 √3/2 എന്ന് നമുക്കറിയാമല്ലോ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈക്വൽ ടു 2 ഇൻറ്റു sin 30. sin 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2. cos 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √3/2 ആണ്. കണ്ട, ഇത് രണ്ടും കട്ടായി പോയി. നമുക്ക് വാല്യൂ സെയിം ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സബ് മൾട്ടിപ്പിൾ ആംഗിളിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ അത് നമുക്കൊന്ന് എഴുതി പോകാം. ഇത് എല്ലാം ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഠിച്ച മൾട്ടിപ്പിൾ ആംഗിളിന്റെ ഫോർമുലയ്ക്കകത്തെല്ലാം എക്സ് ഉള്ളിടത്തെല്ലാം x/2 കൊടുത്താണ് ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 2 sin x/2 cos x/2 ഒരെണ്ണം പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് sin 2x ടാനിനുള്ളൊരു ഫോർമുലയുണ്ട്. ടാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? 2 tan x ആണ്. അപ്പൊ നമുക്ക് 2 tan x/2 divided by 1 plus tan square x/2. നമുക്ക് ഫോർമുല അറിയാലോ. sin 2x ഫോർമുല എന്ന് പറഞ്ഞാൽ 2 tan x divided by 1 plus tan square x എന്നാണ് അല്ലെ. അതിനകത്ത് നമ്മൾ എക്സ് ഉള്ളിടത്തെല്ലാം x/2 കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ sin x is equal to ഉണ്ടോ, എക്സ് ഉള്ളിടത്ത് x/2 കൊടുക്കുമ്പോൾ 2 tan x/2 divided by 1 plus tan square x/2 എന്ന് വരും.
ഈ x/2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഐ മീൻ ഒരു ആംഗിളിന് മാത്രമേ ഉള്ളൂ ഈ /2 എന്നുള്ളത്. അത് പ്രത്യേകം ഓർക്കുക. ഇവിടെ ആംഗിളിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മറ്റു തരത്തിൽ തെറ്റിദ്ധരിക്കില്ല. സൈൻ ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തോണം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് എഴുതാം. ഇത് അതിനകത്തെ ഒന്നാമത്തെ സെറ്റ്. അടുത്തത് cos xനെ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. cos സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2. ഓക്കെ, ഇത് ഒരെണ്ണം. അടുത്ത് വരുമ്പോൾ 2 cos സ്ക്വയർ x/2 മൈനസ് 1. സോ അടുത്ത ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് 2 സൈൻ സ്ക്വയർ x ആണ്. സോ ഇറ്റ് ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ x/2. അടുത്ത സെറ്റ്. പിന്നെ ടാനിലുള്ള ഫോർമുലയാണ്. അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ x/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ x/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 അവിടെ നമ്മൾ cos 2x-ന് 4 ഫോർമുല പഠിച്ചിരുന്നു. ആ 4 ഫോർമുലകളാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്ത് അത് ഉപയോഗിച്ചുള്ള ഫോർമുല. അപ്പോൾ ആ ഒരു ഫോർമുല പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ 4 ഫോർമുലയും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. x/2 കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ മതി. ഓക്കെ, ഇനി നമുക്ക് പിന്നെയുള്ളത് ടാൻ എക്സിന്റെ ആണ്. ടാൻ എക്സിന്റെ ഫോർമുല ഇതുപോലെ തന്നെ ടാൻ x is equal to ഫോർമുല is 2 tan x/2 divided by 1 minus tan square x/2. നമുക്കറിയാമല്ലോ 2 tan x/1 minus tan square x ആണ് tan 2x-ന്റെ ഫോർമുല. അതായത് x ഉള്ളിടത്തെല്ലാം നമ്മൾ x/2 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2 tan x/2 by 1 minus tan square x/2. അപ്പോൾ ആ ഒരു ഫോർമുലയുടെ ജസ്റ്റ് ഒരു ഡിഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് 2 സ്പെഷ്യൽ ഫോർമുല ഉണ്ടാക്കിയെടുത്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? 1 മൈനസ് cos 2x is equal to 2 sin square x, 1 plus cos x is equal to 1 plus cos 2x is equal to 2 cos square x. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 1 മൈനസ് 1 പ്ലസ് ആദ്യം എഴുതിയിരുന്നു, അതുപോലെ തന്നെ എഴുതിക്കോട്ടെ. 1 പ്ലസ് cos x-ന് നമ്മുടെ ഫോർമുല ഏതായിരുന്നു? 1 പ്ലസ് cos 2x is equal to 2 cos square x എന്നാണ്. അപ്പോൾ x ഉള്ളിടത്തെല്ലാം x/2 കൊടുക്കുമ്പം ഇവിടെ x/2 വരുമ്പോൾ 2 കട്ടായി പോയിട്ട് 1 പ്ലസ് cos x വരും. ഇവിടെ നമ്മൾ x ഉള്ളിടത്ത് x/2 കൊടുക്കുമ്പോൾ 2 cos square x/2 എന്ന് മാത്രം വരും. അതുപോലെ 1 മൈനസ് cos x-നും നമുക്ക് ഫോർമുല വരും, ദാറ്റ് ഈസ് 2 sin square x/2. അപ്പോൾ ഇങ്ങനെ ഈ 2 സെറ്റ് ഫോർമുലയാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുക. 1 പ്ലസ് cos x, ഇതും അത് നമുക്ക് വളരെ ആവശ്യമുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇത്രയും ഫോർമുലകളാണ് നമ്മൾ തൽക്കാലം നമുക്ക് ഇത്രയും ഫോർമുലകളേ ഉള്ളൂ. മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ഫോർമുലയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒന്ന് 2x-ന്റെ ഫോർമുല, പിന്നെ 3x-ന്റെ ഫോർമുല, പിന്നെ x/2-ന്റെ ഫോർമുല. ഇത്രയുമാണ് നമുക്ക് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിളിന്റെ ഫോർമുലയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഫോർമുലയാണ്. ഇതെല്ലാം നമ്മൾ ബേസിക്കലി പോകുന്നതെല്ലാം ഈ x+y-യുടെ x-y-യുടെ ഫോർമുലയിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത്. അതിൻ്റെ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വകഭേദങ്ങൾ വരുത്തിയിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിളും സബ് മൾട്ടിപ്പിളും എല്ലാം ഉണ്ടാക്കി. അതുപോലെ തന്നെ നമുക്ക് sin x+y-യുടെ ഫോർമുല നമുക്കറിയാമല്ലോ. sin x+y-യും യുടെ ഫോർമുല നമുക്കറിയാം. എന്താണ്? sin x cos y പ്ലസ് cos x sin y അല്ലേ? ഇതുപോലെ തന്നെ sin x മൈനസ് വൈയുടെ ഫോർമുലയും നമുക്കറിയാം, ദാറ്റ് ഈസ് sin x cos y മൈനസ് cos x sin y അല്ലേ? സപ്പോസ് ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടുകയാണെന്ന് വിചാരിക്കാം. കൂട്ടിയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഇവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് നമുക്കറിയാം, ഇത് ഈ സൈഡും ഈ സൈഡും സെപ്പറേറ്റ് പോകുക. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് sin x പ്ലസ് വൈ പ്ലസ് sin x മൈനസ് വൈ എന്ന് വരും. ഇത് രണ്ടും ആഡ് ചെയ്യും ഇസ് ഈക്വൽ ടു, ഇവിടെ കൂട്ടുമ്പോൾ sin x cos y-യും sin x cos y-യും കൂടെ കൂട്ടുമ്പോൾ 2 sin x cos y എന്നാവും. cos x sin y-യും മൈനസ് cos x sin y ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതെനിക്കൊരു പുതിയ ഫോർമുല ആയിട്ട് വേണം എഴുതാം. 2 sin x cos y is equal to sin x plus y plus sin x minus y. ഓക്കെ, അപ്പം ഇത് തിരിച്ചെഴുതിയാണ് നമ്മൾ ഫോർമുലയായിട്ട് പഠിക്കുന്നത്. ഒന്നാമത്തെ ഫോർമുല ഇതാണ്, 2 sin x cos y is equal to, ഈ ഒരു ചെയ്ത കാര്യം ഒന്ന് മനസ്സിൽ ഓർത്താൽ മതിയാവും. നമ്മൾ ചെയ്തത് sin x plus y-യും sin x minus y-യും കൂടെ കൂട്ടി, അതാണ് ഇവിടെ എഴുതിയേക്കണേ.
സോ ദാറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഫോർമുല എന്ന് വിളിക്കുന്നതിനെയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി എന്ത് കിട്ടും? ഈ സൈൻ എക്സ് പ്ലസ് വൈയിൽ നിന്നും സൈൻ എക്സ് മൈനസ് വൈ ഒന്ന് കുറച്ചാൽ എന്ത് കിട്ടും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചാണ് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് മൈനസ് കോസ് എക്സ് സൈൻ വൈ. കുറയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ എന്നാവും. ഇത് കുറയ്ക്കുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. ഇത് കുറയ്ക്കുമ്പോഴോ കോസ് എക്സ് സൈൻ വൈയിൽ നിന്ന് മൈനസ് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ എന്ത് വരും? കോസ് എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ 2 cos x sin y എന്ന് എഴുതാം. നമുക്ക് ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്തത് എഴുതാം. cos x പ്ലസ് വൈയും cos x പ്ലസ് വൈയും cos x മൈനസ് വൈയും കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? നമുക്കറിയാം cos x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ cos x cos y മൈനസ് sin x sin y ആണ്. അതുപോലെ cos x മൈനസ് വൈ എന്ന് പറഞ്ഞാൽ cos x cos y പ്ലസ് sin x sin y ആണ്. അത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 2 cos x cos y എന്ന് വരും. ഇതാണ് അടുത്ത സെറ്റ്. ദെൻ നാലാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? അതായത് cos x പ്ലസ് വൈയിൽ നിന്നും മൈനസ് cos x മൈനസ് വൈ കുറയ്ക്കാൻ നമുക്ക് കിട്ടുമ്പോൾ ഒരു മൈനസും കൊണ്ട് വരും. -2 sin x sin y എന്നാണ് വരിക. ഇതിനെ വേണമെങ്കിൽ രണ്ട് സ്ഥലത്ത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ഫോർമുലേനെ ഇങ്ങനെയും കൂടി ഒന്ന് ആക്കി പഠിക്കാറുണ്ട്. അത് ഇതിൻ്റെ തന്നെ ഒരു വകഭേദമായിട്ട് എഴുതിയാൽ മതി. 2 sin x sin y is equal to, അപ്പം ഇത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ തിരിച്ചാണ് നമ്മൾ സാധാരണ ഇതിനെ എഴുതാറുള്ളത്. cos x മൈനസ് വൈ മൈനസ് cos x പ്ലസ് വൈ. ഇത് രണ്ടും ഒരേ ഫോർമുല തന്നെയാണ്. ഇത് രണ്ട് നമ്മൾ ഒന്ന് പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. കാരണം സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മൈനസിന്റെ വ്യത്യാസം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചെഴുതുന്നത് മാത്രം. അപ്പൊ ഇതിനെയാണ് നമുക്കറിയാം, ഇത് പ്രോഡക്റ്റ് ആണല്ലോ. സൈൻ എക്സ് കോസ് വൈ, കോസ് എക്സ് സൈൻ വൈ, കോസ് എക്സ് കോസ് വൈ, സൈൻ എക്സ് സൈൻ വൈ. ഇങ്ങനെ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് ഫോർമുല എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്തൊരു സെറ്റിംഗ് കൂടെയാണ് അതും കൂടെയുള്ള നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഫോർമുലകളായിട്ട് പഠിക്കാനുള്ളൂ. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഡിഡക്ട് ചെയ്തെടുക്കുന്ന ഫോർമുലയാണ് സം ഫോർമുല എന്ന് പറയും. ഇപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ആണല്ലോ പറഞ്ഞത്, അതുപോലെ തന്നെ സം ഫോർമുല എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ സൈൻ എക്സ് പ്ലസ് വൈയും പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു 2 sin x കോസ് വൈ എന്നാണ് പറയും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് ഇതിന്റെ ഈ എക്സ് പ്ലസ് വൈ രണ്ടോട് കൂട്ടിയാണ്, രണ്ട് ഫോർമുല എടുത്ത് കൂട്ടിയപ്പോഴാണ്. അപ്പൊ ഇതിന് നമ്മൾ പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറയും. ഇത് ആദ്യം എഴുതിയിട്ട് സപ്പോസ് ഞാൻ ഈ എക്സ് പ്ലസ് വൈക്ക് പകരം ഒരു തീറ്റ എന്നും എക്സ് മൈനസ് വൈക്ക് പകരം ഒരു ഫൈ എന്നും കൊടുക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് എക്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഇത് രണ്ടോടെ കൂട്ടിക്കഴിഞ്ഞാൽ 2x എന്ന് വരും. 2x എന്ന് പറഞ്ഞാൽ തീറ്റ പ്ലസ് ഫൈ എന്ന് വരും. ഓർ എക്സ് ഇസിക്കുള്ള തീറ്റ പ്ലസ് 5/2 കൊടുക്കാം. അതുപോലെ y എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചാൽ മതി. നമ്മൾ കുറയ്ക്കുമ്പോൾ എനിക്ക് തീറ്റ മൈനസ് 5, തീറ്റയിൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ, അതായത് എക്സ് പ്ലസ് വൈയിൽ നിന്നും എക്സ് മൈനസ് വൈ കുറയ്ക്കുമ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയി പോകും. y മൈനസ് വൈ 2y എന്ന് വരും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ തീറ്റ മൈനസ് 5/2 എന്ന് വരാം. അപ്പോൾ എനിക്ക് ഈ ഫോർമുല വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സൈൻ എക്സ് പ്ലസ് വൈക്ക് പകരം സൈൻ തീറ്റ പ്ലസ് സൈൻ 5 is equal to 2 sin theta plus 5 divided by 2 into cos theta minus 5 divided by 2. അപ്പൊ ഇതാണ് ഇതാണ് ഇവിടെ നമുക്ക് സൈൻ തീറ്റ പ്ലസ് സൈൻ 5 ഇത് രണ്ട് വാല്യൂസ് ആയിട്ട് വന്നു. ഇതിപ്പോ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഈ തീറ്റയും ഫൈ എന്ന് പറഞ്ഞാൽ ഇനി വേരിയബിൾ ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് ഈ തീറ്റയ്ക്കും ഫൈക്കും ഒക്കെ നമ്മൾ ജസ്റ്റ് കാണുന്ന ഒരാൾക്ക് സൈൻ തീറ്റ പ്ലസ് സൈൻ 5 is equal to എന്ന് 2 sin theta plus 5/2 cos theta minus 5/2 എന്നൊരു ഫോർമുലയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം എക്സിലും വൈയിലും ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് തിരിച്ചെഴുതാം. ഇതാണ് സൈൻ തീറ്റ പ്ലസ് സൈൻ 5. അപ്പോൾ നമുക്ക് ഞാൻ എക്സും വൈ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ is equal to 2 sin x plus y divided by 2 into
കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇപ്പം നമുക്ക് ഫോർമുല പഠിക്കുമ്പോൾ ഞാൻ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ബോദർ ചെയ്യണ്ട. നിങ്ങൾ ഫോർമുല പഠിക്കുമ്പോൾ സം ഫോർമുല എന്ന് എഴുതിയിട്ട് ഇത് ഈ താഴെ എഴുതുന്നത് എഴുതിയാൽ മതിയാവും. സം ഫോർമുല എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് നമ്മൾ ഇതിനകത്ത് റിഡക്ട് ചെയ്തിരുന്ന ഫോർമുലയാണ്. നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. രണ്ടാമത്തെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണ്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ അത് നമുക്കറിയാം തിരിച്ചു വരും അല്ലേ. അപ്പോൾ കോസ് വരും. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇവിടെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണപ്പോൾ ഇത് സൈനും സൈൻ എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈയുടെ കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 2 സൈൻ കോസ് എന്നാ വരിക. ഇവിടെ 2 കോസ് സൈൻ എന്നാ വരിക. ദെൻ മൂന്നാമത്തെ ഫോർമുല ഇതുപോലെ തന്നെ കോസ് എക്സ് പ്ലസ് കോസ് വൈ. കോസ് എക്സ് പ്ലസ് വൈയും കോസ് എക്സ് മൈനസ് വൈയുടെ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, നാലാമത്തെ ഫോർമുല കോസ് എക്സ് മൈനസ് കോസ് വൈ എന്നാണ്. അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മൈനസ് വരും. ഇവിടെ -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇത് ആ ഫോർമുലയിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച പ്രോഡക്റ്റ് ഫോർമുലയുടെ ഒരു ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ ആണ്. നമുക്കറിയാം നമ്മൾ പ്രോഡക്റ്റ് ഫോർമുലയ്ക്കകത്ത് പഠിച്ചപ്പോൾ 2 സൈൻ എക്സ് കോസ് വൈ എന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇവിടെ അതുപോലെ തന്നെ 2 കോസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞു. അത് സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ആയിരുന്നു. അതുപോലെ 2 കോസ് എക്സ് കോസ് വൈ പഠിച്ചു. അത് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ആയിരുന്നു. അതുപോലെ മൈനസ് എന്താ പറയുക -2 സൈൻ എക്സ് സൈൻ വൈ പഠിച്ചു. അത് കോസ് എക്സ് മൈനസ് കോസ് വൈ ആണ്. അപ്പോൾ ഈ വേണമെങ്കിൽ മൈനസ് കളയാൻ വേണ്ടി അപ്പുറം മൾട്ടിപ്ലൈ ചെയ്താലും മതി. പക്ഷേ ഈ ഫോർമുല നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സം ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് കുറേയധികം ഫോർമുലകൾ പഠിച്ചു. ഒന്ന് മൾട്ടിപ്പിൾ ആംഗിൾ പഠിച്ചു, സബ് മൾട്ടിപ്പിൾ ആംഗിൾ പഠിച്ചു, പിന്നെ സം ഫോർമുല പഠിച്ചു, പിന്നെ പ്രോഡക്റ്റ് ഫോർമുല പഠിച്ചു. ഇങ്ങനെ 4 സെറ്റാണ്. പക്ഷെ 4 സെറ്റും കൂടെ കൂടുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിളിനകത്ത് തന്നെ 2xൻ്റെത് 3 ഫോർമുല, 2 ഫോർമുല, സൈൻ 2xൻ്റെത്, കോസ് 3xൻ്റെ 4 ഫോർമുല, ടാൻ 2xൻ്റെ 1 ഫോർമുല. അപ്പോൾ 2, 4, 6, 1, 7 ഫോർമുലയുണ്ട് അതിനകത്ത് തന്നെ. സൈൻ 2xൻ്റെ 2, കോസ് 2xൻ്റെ 4, 4, 2, 6, പിന്നെ ടാൻ 2xൻ്റെ 1, അങ്ങനെ 6, 1, 7 ഫോർമുലയുണ്ട്. ആ 7 ഫോർമുലയും പിന്നെ അതിൻ്റെ തന്നെ സബ് മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ അടുത്ത 7 കൂടെ വരും. അങ്ങനെ 14 എണ്ണം വരും. പിന്നെ സൈൻ നമ്മളിതിനകത്ത് 2 സ്പെഷ്യൽ ഫോർമുല ഉണ്ടാക്കിയെടുത്തിരുന്നു. അങ്ങനെ 2 എണ്ണം, അതാണ് 14, 4 എണ്ണം കൂടെ കൂടുമ്പോൾ 18 എണ്ണം. 1 + cos 2x 1 - cos 18 ഫോർമുല. പിന്നെ സൈൻ 3x cos 3x tan 3x 3 ഫോർമുല, 21 ഫോർമുല. പിന്നെ ഇന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ സമ്മിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കൂടെ 8 ഫോർമുല. അങ്ങനെ 29, ഏതാണ്ട് 30ഓളം ഫോർമുലകൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഈ ഫോർമുലകളെല്ലാം വരുന്നത് എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് വൈ എന്നുള്ള ആ ഫോർമുലയിൽ നിന്നാണ് മുഴുവൻ ഡിഡക്ട് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം ഈ 30 ഫോർമുല നമുക്ക് ആവശ്യമുള്ളതാണ്. അത് പ്രത്യേകം പഠിച്ചോണം. അടുത്ത ദിവസം നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഇനി അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫോർമുലകളെല്ലാം നിങ്ങൾ ഇതോടെ ഈ ചാപ്റ്ററിലെ ഫോർമുലകളെല്ലാം തീർന്നു. അപ്പോൾ ഈ ഫോർമുലകളെല്ലാം കൂടെ നിങ്ങളത് പഠിച്ചോണം. അത് ഗ്രൂപ്പ് ചെയ്ത് എഴുതി പഠിച്ചോണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. Till then, goodbye.